അപ്പോൾ ബ്രാഞ്ച് ലൈസൻസിങ് ആൻഡ് ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസി എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്ക് ലൈസൻസിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, അതെല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ബ്രാഞ്ച് ലൈസൻസിങ് ആണ് പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഏതൊരു ബിസിനസ് ആയാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ലൈസൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഈ ബ്രാഞ്ച് ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബ്രാഞ്ച് ലൈസൻസിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള ഗൈഡ് ലൈൻസും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ്, ബ്രാഞ്ച് ലൈസൻസിങ്ങിൻ്റെ മീനിങ് ആണ്, ഇറ്റ് മീൻസ് ഇപ്പോൾ നമുക്കൊരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ന്യൂ പ്ലേസ് ഓഫ് ബിസിനസ് നമുക്ക് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇരിക്കുന്ന വില്ലേജിൽ നിന്ന് വേറൊരു വില്ലേജിലേക്കോ വേറൊരു ടൗണിലേക്കോ വേറൊരു സിറ്റിയിലേക്കോ നമുക്കതിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ന്യൂ പ്ലേസ് ഓഫ് ബിസിനസ് നമുക്ക് ഓപ്പൺ ചെയ്യണം. അത് ഇന്ത്യയിലായാലും എബ്രോഡായാലും എന്തിനാണെങ്കിലും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അതുപോലെ ഒരു ഓപ്പൺ ചെയ്യുന്ന ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമല്ല, ഈവൻ ക്ലോഷറിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈസൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായാലും ഷിഫ്റ്റ് ചെയ്യാനായാലും ക്ലോസ് ചെയ്യാനായാലും ഒരു അപ്രൂവൽ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ ബ്രാഞ്ച് ലൈസൻസിങ് എന്ന് പറയുന്നത്. Branch licensing means the process of getting license or approval to open a new place of business in India or abroad, and shifts or change the place of business to another place except within the same city, town or village, that is the location of the existing place of business. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 23 ആണ് റിസർവ് ബാങ്കിന് ഈ ഒരു പവർ കൊടുത്തിട്ടുള്ളത്. അതായത് ബ്രാഞ്ച് ലൈസൻസിങ് എന്ന് പറയുന്ന ഈ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് പവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ളത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 23 പെർവ്യൂലാണ്. അതാണ് ആ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ദാറ്റ് ഈസ്, ഇൻ ബ്രാഞ്ച് ലൈസൻസിങ് ബാങ്ക്സ് ഹാഡ് റെഫേർഡ് ടു ദ ഗൈഡ്ലൈൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ from time to time, including change of premises, shifting from branches to other locations, etc. അതായത് നമ്മുടെ റിസർവ് ബാങ്ക് കുറേ ഗൈഡ് ലൈൻസ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട് ബ്രാഞ്ച് ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസിന് ടൈം ടു ടൈം ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസോ അമെൻമെൻറ്റ്സോ വരും. കാരണം എപ്പോഴും നമ്മുടെ ഇക്കോണമി ഒരേ രീതിയിലായിരിക്കില്ലേ ഉണ്ടാവുക. അതുപോലെ എപ്പോഴും നമ്മുടെ ബാങ്കിങ് ഇൻഡസ്ട്രി ഒരേ രീതിയിലായിരിക്കില്ല, എന്തെങ്കിലും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച്, അതായത് നമ്മുടെ മോണിറ്ററി പോളിസി മാറുന്നതിനനുസരിച്ച്, ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ്സ് മാറുന്നതിനനുസരിച്ച്, ഫിസിക്കൽ ആൻഡ് മറ്റ് പോളിസീസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ലൈസൻസിങ്ങിൻ്റെ ഗൈഡ് ലൈൻസിനും മാറ്റങ്ങൾ വരും. അപ്പോൾ അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണോ നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാവുന്നത് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് മാറ്റങ്ങൾ നമ്മുടെ ബ്രാഞ്ച് ലൈസൻസിങ്ങിൽ RBI പറയുന്ന ഗൈഡ് ലൈൻസിനും ഉണ്ടാവും. അപ്പോൾ അതാണ് ആ ഒരു പോയിന്റ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായി വിചാരിക്കുന്നു. ബ്രാഞ്ച് ലൈസൻസിങ്ങിൻ്റെ മീനിങ്ങും അത് റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണെന്നുള്ളതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ സെക്ഷൻ നോക്കി വയ്ക്കുക, സെക്ഷൻ 23 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് RBI ഗൈഡ് ലൈൻസ് ഫോർ ബ്രാഞ്ച് ലൈസൻസിങ് ആണ്. ഇതിവിടെ സ്ലൈഡിൽ നോക്കുന്നതിന് മുന്നേ, നമ്മളിപ്പോൾ ബ്രാഞ്ച് ലൈസൻസിങ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് RBI ആണ് അതിൻ്റെ ആയിട്ടുള്ള റെഗുലേഷൻസും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസി എന്ന് പറയുന്ന ഒരു പോളിസിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിനു വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനായാലും ഷിഫ്റ്റ് ചെയ്യാനായാലും ക്ലോസ് ചെയ്യാനായാലും അത് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസും റെഗുലേഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഫ്രെയിം വർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോളിസിയാണ് ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളിസിയിലത്തെ റൂൾസും റെഗുലേഷൻസും പ്രകാരമാണ് ഒരു ബാങ്കിന് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനുമുള്ള ലൈസൻസ് കൊടുക്കുള്ളൂ. ഓക്കെ, അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് പ്രിസ്ക്രൈബ്ഡ് ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസി to provide a framework of rules and regulations to be followed by banks while opening,
closing or shifting branches in India in accordance with Section 23 of Banking Regulation Act 1949. ഇത് പറയണ്ടല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കണം. 1949 സെക്ഷൻ 23 അനുസരിച്ച് RBI ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ പോളിസിയിലാണ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനുമായിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒരു കംപ്ലീറ്റ് ഫ്രെയിം വർക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ആ ഗൈഡ് ലൈൻസ്, ഒരു ബ്രാഞ്ചിന് ലൈസൻസ് കിട്ടാനായിട്ട് ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസിയിൽ പറയപ്പെടുന്ന എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ താഴെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഗൈഡ് ലൈൻസ് ആയിട്ട് പോവാം. ഫസ്റ്റ് നോക്കാം. ദിസ് പോളിസി മീൻസ് ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസി കേട്ടോ, ഷുഡ് ബി അപ്ലൈഡ് ടു ഓൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് അതർ ദാൻ RRBs, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇൻക്ലൂഡിംഗ് ലോക്കൽ ഏരിയ ബാങ്ക്സ്. ഇത് RRB ഇൻക്ലൂഡിംഗ് RRB എല്ലാ കമേഴ്ഷ്യൽ ബാങ്ക്സിനും ഇത് അപ്ലിക്കബിൾ ആണ്. ഇനി ഓൾസോ ഇറ്റ് ഹാസ് കണ്ടെയ്ൻഡ് എ സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻ വിത്ത് ദ റെസ്പെക്ട് ടു ഫോളോയിങ് ഏരിയാസ്. അപ്പോൾ നമുക്ക് ഗൈഡ് ലൈൻസ് ഓരോന്നായിട്ട് നോക്കാം. ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൻറ്റേഴ്സ്, ഷിഫ്റ്റിംഗ് ഓഫ് ബ്രാഞ്ചസ്, കൺവേർഷൻ ഓഫ് ബ്രാഞ്ചസ്, merger of branches, closure of branches, setting up of offsite ATM, mobile branches and acquisition of premises, setting up of central processing center, back offices, call centers, business facilitator, business correspondent model, doorstep banking, reporting to RBI. ഇത്രയും ഏരിയാസിൽ എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസ് ആണ് വേണ്ടത് എന്നുള്ളത് കൂടി ഈ ഒരു പോളിസി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫ്രെയിം വർക്ക്, ഒരു പോളിസി, ഒരു റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള, പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഈ ഓരോന്നിനും, ഈ ഓരോ ഏരിയാസിലും ഏതൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ഈ പോളിസിയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സിലബസ് അനുസരിച്ച് ഈ ഓരോന്നിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ സിലബസ് അനുസരിച്ച്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള, ഈ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയാസിലും ക്ലിയർ കട്ടായിട്ട് എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസ് വേണമെന്നുള്ളത് ആ ഒരു പോളിസി പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നാണ് ഫസ്റ്റ് നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ഫോർ ദ പേർപ്പസ് ഓഫ് ദിസ് പോളിസി the bank would include all the branches such as full-fledged branches, satellite offices, specialized branches, extension counters, mobile branches, administrative offices, off-site ATM, service branches, etc. അപ്പോൾ ഈ ഒരു പോളിസി പ്രകാരം ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് നമുക്ക് പുതുതായിട്ട് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണം, ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിൽ ഈ പറയപ്പെടുന്ന എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബ്രാഞ്ചിൽ ഇതെല്ലാം ഉണ്ടാവണം. അതുപോലെ ആ ബാങ്കിൻ്റെ മറ്റെല്ലാ ബ്രാഞ്ചസിലും ഇതുപോലെയുള്ള എല്ലാ സർവീസസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാണ്. അതായത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ബ്രാഞ്ചസ് ആയിരിക്കണം, സാറ്റലൈറ്റ് ഓഫീസസ് ഉണ്ടായിരിക്കണം, സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചസ് ഉണ്ടാവണം, എക്സ്റ്റൻഷൻ കൗണ്ടേഴ്സ് ഉണ്ടാവണം. അതുപോലെ ഇതിൽ പറയുന്ന ഈ എല്ലാ പോയിൻറ്റ്സും ആ ബാങ്ക്, അതായത് പുതുതായിട്ട് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ബാങ്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. ആ ഒരു ബാങ്കിന് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് ആയിരിക്കണമെന്നാണ് ഈ പോളിസിയിൽ ഫസ്റ്റ് പറയുന്നത്. ഇനി സെക്കൻഡ് പറയുന്നത്, ഫോർ ദ പേർപ്പസ് ഓഫ് യൂണിഫോം സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ബാങ്ക്സ് were motivated to open branches in underbanked centers, also in underbanked districts of underbanked states. An underbanked center would be referred to the average population per branch offices more than the national average. അതായത് ഒരു യൂണിഫോം സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടാനായിട്ട് നമുക്കിപ്പോൾ ഒരു ബാങ്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചുള്ള ബാങ്ക് ഏതാണോ അത് അണ്ടർ ബാങ്ക്ഡ് ആയിട്ടുള്ള, അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ബാങ്കിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും. അണ്ടർ ബാങ്ക്ഡ് ആയിട്ടുള്ള, അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്സും ഒരുപാട് ഡിസ്ട്രിക്ട്സും നമ്മുടെ കൺട്രിയിലുണ്ട്. നമ്മൾ സോഷ്യൽ കൺട്രോളൊക്കെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിലായിട്ട് അത്തരം സെൻറ്റേഴ്സിൽ, അണ്ടർ ബാങ്ക്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിലൊക്കെ
ആണ് കൂടുതലായിട്ടും ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെയൊക്കെയാണ് ബ്രാഞ്ചസ് കൂടുതൽ വേണം ഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നതെങ്കിൽ ലൈസൻസ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അണ്ടർ ബാങ്ക്ഡ് ആയിട്ടുള്ള അൺബാങ്ക്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിലും ഡിസ്ട്രിക്ട്സിലും സ്റ്റേറ്റ്സിലുമൊക്കെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയിട്ട് കിട്ടും. എല്ലാ സ്ഥലത്തും ഒരു ബ്രാഞ്ച് ഉണ്ട് ഞങ്ങൾക്ക്, ഈ ഒരു പെർട്ടിക്കുലർ ബാങ്കിന് എല്ലാ പ്ലേസിലും ഒരു ബ്രാഞ്ച് ഉണ്ട്, എല്ലാ നീഡ്സും എല്ലാ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സും ഞങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാനായിട്ട് ആ ബാങ്കിന് പറ്റും. ആൻഡ് സോ ലൈസൻസ് കിട്ടാൻ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു യൂണിഫോം സ്പെഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിലാണ് ലൈസൻസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെഗുലേഷൻ ഈ ഒരു പോളിസി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനി domestic scheduled commercial banks other than RRB were permitted to open branches in Tier 1 to Tier 6 centers without getting permission from Reserve Bank of India. അതായത് റീജിയണൽ റൂറൽ ബാങ്ക്സ് അല്ലാതെ മറ്റ് ഡൊമസ്റ്റിക് ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സിന് Tier 1 to Tier 6 സെൻറ്റേഴ്സിൽ RBIയുടെ പെർമിഷൻ പോലും ഇല്ലാതെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇവിടെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ ദ പേർപ്പസ് ഓഫ് ഇൻക്രീസിംഗ് ബാങ്കിങ് പെനട്രേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദ പോളിസി ഹാസ് mandated to open new branches in unbanked centers, and also at least 25% of all branches should be opened in a year at this unbanked rural areas. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും ഉണ്ടാവാനും അതുപോലെ ബാങ്കിങ് പെനട്രേഷൻ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് അൺബാങ്ക്ഡ് സെൻറ്റേഴ്സിൽ എന്തായാലും ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഒരു പോളിസി ഈ ഒരു ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസി പ്രിസ്ക്രൈബ് ചെയ്തു. മാത്രമല്ല അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഓൾ ബ്രാഞ്ചസ് ഷുഡ് ബി ഓപ്പൺഡ് ഇൻ എ ഇയർ അറ്റ് ദിസ് അൺബാങ്ക്ഡ് റൂറൽ ഏരിയാസ്. അപ്പോൾ എല്ലാ ബ്രാഞ്ചസിൻ്റെയും ഒരു 25% എങ്കിലും അൺബാങ്ക്ഡ് റൂറൽ ഏരിയാസിൽ ഒരു ഇയറിൽ ഓപ്പൺ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓൾ ബ്രാഞ്ചസ് മീൻസ് എല്ലാ ബാങ്കുകളുടെയും ബാങ്കിൻ്റെ അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ എല്ലാ 25% എങ്കിലും ഓരോ ഇയറിലും അൺബാങ്ക്ഡ് റൂറൽ ഏരിയാസിൽ ഓപ്പൺ ചെയ്യണമെന്നാണ് ഈ ഒരു പോളിസി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്തിനാണെന്ന് കരുതിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻക്രീസ് ചെയ്യാനും ബാങ്കിങ് പെനട്രേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കേസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദീസ് ബാങ്ക്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു Tier 1 to Tier 6 ഓപ്പൺ ചെയ്യുന്ന ബാങ്ക്സ് എന്ന്. These banks would formulate their own annual plan for the financial year approved by the RBI as a part of their annual strategy for branch expansion, in which that plan must contain various factors such as setting up of the low-cost branches, innovative use of technology, including internet banking and virtual banking to reduce fiscal footfalls, improving customer service, etc. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ Tier 1 to Tier 6 സെൻറ്റേഴ്സിൽ ഓപ്പൺ ചെയ്യുന്ന ബാങ്ക് വിതൗട്ട് ദ പെർമിഷൻ ഓഫ് RBI അവർക്കൊരു ബാങ്ക് ഓപ്പൺ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്തരം ബാങ്കുകൾക്ക് ഒരു ഓരോ ഫിനാൻഷ്യൽ ഇയറിലും അവർക്കൊരു ആനുവൽ പ്ലാൻ ഫിക്സ് ചെയ്യാം. അതായത് അവരുടെ ബ്രാഞ്ച് എക്സ്പാൻഷന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആനുവൽ പ്ലാൻ അവർക്ക് ഫോർമുലേറ്റ് ചെയ്യാം. പക്ഷേ ആ പ്ലാനിൽ ഈ താഴെ പറയുന്ന ഈ ഫാക്ടേഴ്സ് എല്ലാം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഒരു ലോ കോസ്റ്റ് ബ്രാഞ്ച് ആയിരിക്കണം അവർ സെറ്റപ്പ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു പെർമിഷൻ ഇല്ലാതെ ബ്രാഞ്ച് എടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ചെയ്യുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു ലോ കോസ്റ്റ് ബ്രാഞ്ച് ആയിരിക്കണം. അതുപോലെ ഇന്നോവേറ്റീവ് യൂസ് ഓഫ് ടെക്നോളജി ഉണ്ടാവണം. ടെക്നോളജി നല്ല ഇന്നോവേറ്റീവായിട്ട് അവർ യൂസ് ചെയ്യണം. അതായത് വെർച്വൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന അത്തരം ടെക്നോളജീസ് ഒക്കെ അവർ യൂസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഒരു എഫേർട്സ് അവർക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ കൂടുതൽ കസ്റ്റമർ സർവീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കസ്റ്റമർ സർവീസും ഇമ്പ്രൂവ് ചെയ്യുകയും ഫിസിക്കൽ ഫുട്ഫോൾസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന വെർച്വൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് യൂസ് ഓഫ് ടെക്നോളജീസൊക്കെ യൂസ് ചെയ്യുന്ന ലോ കോസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് സെറ്റ് ചെയ്യാം എന്നുള്ള അത്തരം പ്ലാൻസ് ആയിരിക്കണം ആ ഒരു ആനുവൽ സ്ട്രാറ്റജി ഫോർ ബ്രാഞ്ച് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ആ പ്ലാനിൽ അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ ആ പ്ലാൻ ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്ക്
ലൈസൻസ്, അതായത് അത്തരം ബ്രാഞ്ചുകൾക്ക് നമുക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് ഈ ഒരു ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസിയിൽ പറയുന്നത്. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതായത് ഇങ്ങനെ ടയർ 1 to ടയർ 6 ബ്രാഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത്തരം ബാങ്കുകൾക്കാണ് ഇങ്ങനെ ഒരു ആനുവൽ പ്ലാൻ ഫോർ ബ്രാഞ്ച് എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. The next thing, while opening new branches in various centers, the total number of branches opened in Tier 1 center during the financial year should not exceed the total number of branches opened in Tier 2 to Tier 6 centers during the financial year. ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ 1 സെൻറ്ററിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് ടയർ 2 to ടയർ 6 സെൻറ്റേഴ്സിൽ ഓപ്പൺ ചെയ്തതിനെ ടോട്ടൽ ബ്രാഞ്ചിനേക്കാൾ കൂടുതലാവാൻ പാടില്ല. അതായത് നമ്മൾ പറഞ്ഞു ടയർ 1 സെൻറ്റർ എന്ന് പറഞ്ഞു. ഈ ടയർ 1 സെൻറ്ററിലാണ് നമ്മൾ നമ്മുടെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ള ബ്രാഞ്ചസിൻ്റെ നമ്പർ ടയർ 2 to ടയർ 6 വരെയുള്ള സെൻറ്റേഴ്സിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ടോട്ടൽ ബ്രാഞ്ചസിനേക്കാൾ കൂടുതലാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടയർ 2 to ടയർ 6 സെൻറ്റേഴ്സിൽ നമ്മളൊരു 3 ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ടയർ 1 എന്ന് പറയുന്ന ആ ഒരു സെൻറ്ററിൽ നമുക്കൊരു 4-5 ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 3-ന് താഴെയാണ് ടയർ 1 സെൻറ്ററിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. സിൻസ് നമ്മൾ ടയർ 2 to ടയർ 6-ൽ 3 ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് കിട്ടിയെന്ന് വിചാരിക്കണം. അതായത് while opening new branches in various centers, the total number of branches opened in Tier 1 center during the financial year should not exceed the total number of branches opened in Tier 2 to Tier 6 centers during the financial year. Okay. Then next topic പറയുന്നത്, banks had ensured that all the branches opened in that year were in compliance with the rules specified. In case of banks were unable to open new branches in that year, it could be eligible to open these branches in Tier 1 centers for the next subsequent 2 years. അതായത് ഈ ബാങ്കുകളെല്ലാം എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ബ്രാഞ്ചസ് എല്ലാം ഓപ്പൺ ചെയ്യുന്നത് RBI പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് ഓതറൈസേഷൻ പോളിസിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്കിലത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ്, കംപ്ലൈ ചെയ്തിട്ടാണ് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്ന് ബാങ്ക്സ് എൻഷുർ ചെയ്യണം. അതുപോലെ ഏതെങ്കിലും ഒരു ഇയറിൽ ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക്സിന് ഒരു പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത 2 കൊല്ലത്തിൽ ടയർ 1 സെൻറ്ററിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരു ബാങ്കിന് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇറ്റ് കുഡ് ബി എലിജിബിൾ ടു ഓപ്പൺ ദീസ് ബ്രാഞ്ചസ് ഇൻ ടയർ 1 സെൻറ്റേഴ്സ് ഫോർ ദി നെക്സ്റ്റ് സബ്സിക്വൻറ്റ് 2 years. ആ ഒരു ഇയറിലത്തെയും ഇപ്പം കഴിയാതെ പോയ ഇയറിലത്തെയും കൂടി സെൻറ്റേഴ്സ് ടയർ 1 സെൻറ്ററിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുമെങ്കിലും സിമ്പിളാണ്. കുറച്ച് ടേംസ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതേ ഉള്ളൂ, കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നും, പക്ഷേ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സാണ്. നമ്മളിത് ക്രക്സ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഓക്കെ. ദെൻ 9th point, banks with some other reasons for unable to open branches in Tier 2 to Tier 6 centers or unbanked rural areas, it could be rectified by way of opening new branches for the next financial year. ഇനി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ടയർ 1 സെൻറ്ററിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ പെർമിഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്തെങ്കിലും കാരണവശാൽ ബാങ്കുകൾക്ക് ടയർ 2 to ടയർ 6 സെൻറ്റേഴ്സിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയേഴ്സിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അതാണ് for some other reasons the banks are unable to open branches in Tier 2 to Tier 6 centers or unbanked rural areas. It could be rectified by way of opening new branches for the next financial years. അടുത്ത വരുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മളത് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷനും ലൈസൻസും അപ്രൂവലും കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഈ ഒരു കൊല്ലത്തിൽ നമുക്ക് ഇപ്പോൾ 2020 എന്ന് പറയുന്ന ഈ ഒരു കൊല്ലത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, അടുത്ത കൊല്ലങ്ങളിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുമെന്നാണ് ആ പോയിന്റ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് 10th പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്സ് കുഡ് ഓപ്പൺ സാറ്റലൈറ്റ് ബ്രാഞ്ചസ്
where it doesn't have viability to open branches in rural areas. ഇപ്പോൾ റൂറൽ ഏരിയാസിൽ ഓപ്പൺ ചെയ്യാനുള്ള വയബിലിറ്റി ഇല്ല, വയബിലിറ്റി മീൻസ് അതിനുള്ളൊരു സൗകര്യം, ഒരു ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് ബ്രാഞ്ചസ് ബാങ്ക്സിന് ഓപ്പൺ ചെയ്യാം എന്നാണ് ഈ 10th പോയിന്റിൽ പറയുന്നത്. ഇനി 11th point, banks could also open extension counters for the purpose limited type of business at the premises of the institutions such as big offices, factory units, hospitals, military units, educational institutions, etc. in which they were principal bankers. Which means that ഇപ്പോൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ മിലിറ്ററി യൂണിറ്റ്സിൻ്റെ ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ ഒരു പ്രിൻസിപ്പൽ ബാങ്കറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ബാങ്ക് ഉണ്ടാവും. അപ്പോൾ അത്തരം ബാങ്കുകൾക്ക് എക്സ്റ്റൻഷൻ കൗണ്ടേഴ്സ്, കുറച്ച് ലിമിറ്റഡ് ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ കൗണ്ടേഴ്സ് അറ്റ് ദി പ്രിമിസസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഇത്തരം ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ പ്രിൻസിപ്പൽ ബാങ്കറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബാങ്കിന് ഈ ഒരു അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രിമിസസിൽ ഒരു ബാങ്ക് എക്സ്റ്റൻഷൻ കൗണ്ടറായിട്ട് ഓപ്പൺ ചെയ്യാം. ലിമിറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ കൗണ്ടേഴ്സായിട്ട് ഓപ്പൺ ചെയ്യാം എന്നാണ് ഈ 11th പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ദെൻ an annual report of all branches should be placed before the bank's board at every year ending March 31st and also forwarded to the Department of Banking Operations and Development, RBI Central Office. അതായത് എല്ലാ ബ്രാഞ്ചസിൻ്റെയും ഒരു ഇയറിലത്തെ എല്ലാ ഫങ്ഷൻസും അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും എല്ലാതും ബാങ്കിൻ്റെ പ്ലേസ്ഡ് ബിഫോർ ദി ബാങ്ക്സ് ബോർഡ് അറ്റ് എവറി ഇയർ എൻഡിങ് ഇൻ March 31st. ഇപ്പോൾ SBI ആണെന്ന് വിചാരിക്കും, SBIന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ബ്രാഞ്ചസിൻ്റെയും അക്കൗണ്ട്സും ആനുവൽ ഓപ്പറേഷൻസും ആനുവൽ റിപ്പോർട്ടും എല്ലാം SBI എന്ന് പറയുന്ന ഈ ഹെഡ് ഓഫീസിലേക്ക്, ഈ ഒരു ബോർഡിലേക്ക് ആ ബാങ്ക് എല്ലാ ബ്രാഞ്ചസും അയക്കണം എല്ലാ ഇയർ എൻഡിങ്, അതായത് March 31st എന്ന് പറയുന്ന ഇയർ എൻഡിങ്ങിൽ. ആൻഡ് ഓൾസോ ദീസ് ആനുവൽ റിപ്പോർട്ട്സ് ഓർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ടു ബി ഫോർവേർഡ് ടു ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, RBI സെൻട്രൽ ഓഫീസ്. RBI സെൻട്രൽ ഓഫീസിൻ്റെ ബാങ്കിങ് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒരു ആനുവൽ റിപ്പോർട്ട് കൊടുക്കും കൂടി വേണം. എന്നാലാണല്ലോ നമ്മളിപ്പോൾ ലൈസൻസ് കൊടുത്തിട്ട് കാര്യം ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർക്കും കൂടി സെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്കൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനായാലും ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഒരു ഈവൻ ക്ലോസ് ചെയ്യാനാണെങ്കിൽ പോലും നമ്മൾ ഫോളോ ചെയ്യേണ്ട പോളിസീസും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു 12 ഗൈഡ് ലൈൻസ് ആയിട്ട് നമ്മളോട് പറയുന്നത്. ഇത്തരം ഈ ഒരു 12 ഗൈഡ് ലൈൻസ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് RBI ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ പോളിസി എന്ന് പറയുന്ന പോളിസിയാണ്. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് ലൈസൻസിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസി പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ റൂൾസും റെഗുലേഷൻസും നമ്മൾ ഫോളോ ചെയ്യണം, എല്ലാ ഗൈഡ് ലൈൻസും നമ്മൾ ഫോളോ ചെയ്യണം. ആ ഒരു ഗൈഡ് ലൈൻസും റെഗുലേഷൻസൊക്കെയാണ് ഈ ഒരു 12 പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കേൾക്കുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുമെങ്കിലും ഒരുപാട് പുതിയ ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് സിമ്പിളാണ്, വായിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇൻ കൺക്ലൂഷൻ പറയുന്നത് എബവ് കണ്ടീഷൻസ് വർ ഓൾസോ ആപ്ലിക്കബിൾ ടു റീജിയണൽ റൂറൽ ബാങ്ക്സ് ആൻഡ് ഓൾസോ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഇല്ലയെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു.